നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 86. വേദമൂർത്തികളുടെ പ്രാർത്ഥന. പേജ് നമ്പർ 905. അതേസമയം അവർ ജന്മമെടുത്തതു ഭഗവാന്റെ അതീന്ദ്രിയ ശരീരത്തിൽ നിന്നാണ്. ഭഗവാനും ജീവാത്മാക്കളും തമ്മിലുള്ള ഈ ബന്ധം വേദങ്ങളിൽ വിശദമാക്കിയിട്ടുണ്ട്. സർവേശ്വരൻ അദ്ദേഹത്തിൻ്റെ മക്കളെയെല്ലാം അവർക്കു വേണ്ടതൊക്കെ കൊടുത്തു പരിപാലിക്കുന്നു എന്നാണു വേദങ്ങൾ പറയുന്നത്. അതുപോലെ ജീവാത്മാക്കൾക്കെല്ലാം ഞാൻ ബീജദാനം ചെയ്യുന്ന പിതാവാകുന്നു എന്നു ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. പിതാവ് മക്കൾക്കു ജന്മം നൽകുന്നു എന്നും എന്നാൽ കുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നു എന്നും മനസ്സിലാക്കുക വളരെ സരളമാണ്. അതിനാൽ മക്കളുടെ വിഭിന്ന ഭാവികൾക്ക് പിതാവ് ഉത്തരവാദിയല്ല. ഓരോ കുട്ടിക്കും പിതാവിൻ്റെ സമ്പത്തും നിർദ്ദേശവും ഉപയോഗപ്പെടുത്താം. എന്നാൽ മക്കൾക്കെല്ലാം പാരമ്പര്യവും നിർദ്ദേശവും ഒന്നുതന്നെയാണെങ്കിലും തങ്ങളുടെ വിഭിന്നമായ ആശാഭിലാഷങ്ങൾ മൂലം ഓരോ സന്താനവും വിഭിന്ന ജീവിതം സൃഷ്ടിച്ച് അതനുസരിച്ച് സുഖിക്കുകയോ കഷ്ടപ്പെടുകയോ ചെയ്യുന്നു. അതുപോലെ ഭഗവത്ഗീതയുടെ ഉപദേശം എല്ലാവർക്കും തുല്യമായിട്ടുള്ളതാണ്. എല്ലാവരും സർവേശ്വരനെ ശരണം പ്രാപിക്കണം. അദ്ദേഹം അവരുടെ ചുമതല ഏറ്റെടുത്ത് പാപകർമ്മങ്ങളുടെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിച്ചുകൊള്ളും. ഭഗവാന്റെ പ്രപഞ്ചത്തിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ജീവാത്മാക്കൾക്കൊക്കെ തുല്യമായി നൽകപ്പെട്ടിരിക്കുന്നു. കരയിലോ വെള്ളത്തിലോ ആകാശത്തോ ഉള്ളതെല്ലാം സമസ്ത ജീവജാലങ്ങൾക്കും സമമായി നൽകിയിരിക്കുകയാണ്. അവരൊക്കെ സർവേശ്വരൻ്റെ സന്തതികളാകയാൽ ഭഗവാൻ നൽകുന്ന ഭൗതിക സൗകര്യങ്ങളെല്ലാം എല്ലാവർക്കും അനുഭവിക്കാം. എന്നാൽ നിർഭാഗ്യവാന്മാരായ ജീവാത്മാക്കൾ പരസ്പരം കലഹിച്ചു പ്രതികൂലമായ ജീവിത പരിതസ്ഥിതികൾ സൃഷ്ടിക്കുകയാണ്. ഈ കലഹത്തിനും അനുകൂലവും പ്രതികൂലവും ആയ ജീവിതാവസ്ഥ സൃഷ്ടിക്കുന്നതിനും ഉത്തരവാദികൾ ജീവാത്മാക്കൾ തന്നെയാണ്, പരമപുരുഷനല്ല. അതിനാൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ നൽകുന്ന ഉപദേശങ്ങൾ ഉപയോഗപ്പെടുത്തി കൃഷ്ണാവബോധം വളർത്തിയാൽ ജീവാത്മാക്കൾക്കു തങ്ങളുടെ ജീവിതം ഉത്തമമാക്കി തീർക്കാം. അവർക്കു ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോകുകയും ചെയ്യാം.
ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചതു ഭഗവാനാകയാൽ അതിൻ്റെ അവസ്ഥയ്ക്കുത്തരവാദിയും അദ്ദേഹം തന്നെയെന്നു ചിലർ വാദിച്ചേക്കാം. ഈ ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടിക്കും സംരക്ഷണത്തിനും പരോക്ഷമായി ഭഗവാൻ തന്നെയാണുത്തരവാദി. എന്നാൽ ജീവാത്മാക്കളുടെ വിവിധങ്ങളായ അവസ്ഥാഭേദങ്ങൾക്ക് അദ്ദേഹം ഒരിക്കലും ഉത്തരവാദിയല്ല. മേഘം സസ്യജാലങ്ങളെ സൃഷ്ടിച്ചു എന്നു പറയുന്നത് പോലെയാണ് ഭഗവാൻ ഭൗതിക ലോകം സൃഷ്ടിച്ചു എന്നു പറയുന്നത്. മഴക്കാലത്തു മേഘം വിവിധ തരത്തിലുള്ള സസ്യങ്ങളെ സൃഷ്ടിക്കുന്നു. മേഘം ഭൂതലത്തിൽ വെള്ളമൊഴിക്കുന്നു. എന്നാൽ അത് ഭൂമിയെ ഒരിക്കലും നേരിട്ടു സ്പർശിക്കുന്നില്ല. അതുപോലെ ഭൗതിക ശക്തിയുടെ നേരിട്ടുള്ള കടാക്ഷ വീക്ഷണം കൊണ്ട് മാത്രമാണ് ഭഗവാൻ ഭൗതിക ലോകത്തെ സൃഷ്ടിക്കുന്നത്. വേദങ്ങളിൽ ഇക്കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഭൗതിക പ്രകൃതിയുടെ നേരെ അദ്ദേഹം ഒന്നു കടാക്ഷിച്ചു. അങ്ങനെയാണു സൃഷ്ടി നടന്നത്. ഭൗതിക പ്രകൃതിയുടെ നേരെയുള്ള അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയമായ കടാക്ഷം കൊണ്ടു മാത്രമാണ് ചരവും അചരവും ജീവനുള്ളതും മരിച്ചതുമായ സർവജീവസത്തകളെയും അദ്ദേഹം സൃഷ്ടിക്കുന്നത്. ഹരേ കൃഷ്ണ.